ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 52-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്നു പറഞ്ഞ് തളർന്ന് തേർത്തട്ടിലിരുന്ന അർജുനനോട് എന്താണ് കൃഷ്ണൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യദാ തേ മോഹ കലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യദാ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോൾ. തേ അർത്ഥം അങ്ങ്. മോഹകോകിലം മോഹവലയം. ബുദ്ധിർ നമ്മുടെ ബുദ്ധി. വ്യതി തരിഷ്യതി അർത്ഥം തരണം ചെയ്യുക. ക്രോസസ് ബിയോണ്ട് അതാണ് അർത്ഥം. തഥാ അപ്പോൾ. ഗന്ധാസി പ്രാപിക്കും. യു ഷാൾ അറ്റെയിൻ. നിർവേദം അർത്ഥം താൽപ്പര്യക്കുറവ്. ശ്രോതവ്യസ്യ അർത്ഥം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രുതസ്യ കേട്ടത്. ച കൂടെ. ഇനി നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം. എന്താണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? നിന്റെ ബുദ്ധി, അതായത് അർജുനൻ്റെ ബുദ്ധി, മോഹവലയത്തെ തരണം ചെയ്യുമ്പോൾ കേൾക്കേണ്ടതിനെയും കേട്ടതിനെയും കുറിച്ച് നീ ഉദാസീനതനായിത്തീരും. എന്താണ് ഇതിൻ്റെ അർത്ഥം? എപ്പോഴാണോ നിന്റെ ബുദ്ധി ജഡം സത്യമാണെന്ന് ഭ്രമിപ്പിക്കുന്ന അജ്ഞാനദോഷത്തെ വിവേകത്തോടുകൂടി കടക്കുന്നത്, അപ്പോൾ ഇനി കേൾക്കാനുള്ളതും ഇതുവരെ കേട്ടതുമായ എല്ലാത്തിനെക്കുറിച്ചും നീ വിരക്തി വന്നവനായി ഭവിക്കും. ഒരാൾ കർമ്മഫലരൂപത്തിലുള്ള ജഡ വിഷയങ്ങളുടെ പിന്നാലെ പായുകയാണെങ്കിൽ അവൻ്റെ ബുദ്ധി നശിച്ചിരിക്കുന്നു. എന്നാൽ അതൊന്നുമല്ല സത്യം. മോക്ഷമാണ്, ഈശ്വരപ്രാപ്തിയാണ് എന്ന ജ്ഞാനം ഉള്ള ഏതൊരുവനാണോ അവന് ഇവിടെ കേൾക്കുന്ന പല കാര്യങ്ങളുമുണ്ടാകും. അത് ശരി, ഇതു ശരി, അത് ചെയ്താൽ നല്ലത്, ഇത് ചെയ്താൽ നല്ലത്, സ്വർഗം നരകം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരുവൻ കേട്ടെന്ന് വരാം. പക്ഷേ ശരിയായ ബുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സുഖത്തിലും ദുഃഖത്തിലും അല്ലെങ്കിൽ നരകത്തിലും സ്വർഗത്തിലും അങ്ങനെയുള്ള ഒരു കാര്യത്തിലും അവൻ്റെ മനസ്സ് ആകൃഷ്ടനാവുകയില്ല. എല്ലാത്തിൽ നിന്നും ഒരു വിരക്തിയായിരിക്കും അവന്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയാൽ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം സുഖമായാലും ദുഃഖമായാലും അതെല്ലാം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളുമാണ് എന്ന് ചിന്തിച്ച് ഈശ്വര സാധനയോടുകൂടി കഴിഞ്ഞുകൂടിയാൽ പരമമായ മോക്ഷമാണ് ശരിയായ സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ വേണ്ടവിധം അനുഷ്ഠിച്ച് അതിന് എന്തു ഫലമാണോ ലഭിക്കുന്നത് അതെല്ലാം തന്നെ സന്തോഷത്തോടു കൂടി ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്നു കരുതി സ്വീകരിക്കുന്ന ഏതൊരുവനാണോ അവൻ്റെ ബുദ്ധി തെളിഞ്ഞിരിക്കും. അവനെ അനാവശ്യമായ ഒരു കാര്യങ്ങളും മോഹിപ്പിക്കുകയില്ല. എല്ലാത്തിലും അവനൊരു വിരക്തിയായിരിക്കും എന്നാണ്
ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. കാരണം അർജുനൻ ഇങ്ങനെയുള്ള പല മോഹവലയത്തിലും പെട്ട് നിൽക്കുകയാണ്. ആ മോഹവലയത്തിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാണ് അർജുനനോട് ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിലനിൽപ്പിൻ്റെ യുദ്ധമാണ്. കൗരവ സഭയിലേക്ക് കൃഷ്ണൻ ദൂതനായിട്ട് പോകുന്നുണ്ട്. രാജ്യം ചോദിക്കുന്നു, ദുര്യോധനൻ കൊടുക്കുന്നില്ല. 5 ഗ്രാമങ്ങൾ ചോദിക്കുന്നു, കൊടുക്കുന്നില്ല. 5 വീടുകൾ ചോദിക്കുന്നു, കൊടുക്കുന്നില്ല. 1 വീട് ചോദിച്ചു, അതും കൊടുത്തില്ല. സൂചി കുത്താനിടം കൊടുക്കില്ല എന്നാണ് ദുഷ്ടനായ ദുര്യോധനൻ പറഞ്ഞത്. ഇത് നിലനിൽപ്പിൻ്റെ യുദ്ധമാണ്. ഭൂമിദേവിയുടെ നിലനിൽപ്പിൻ്റെ യുദ്ധമാണ്. ദേവി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ ഭഗവാനോട് ചെന്ന് സങ്കടം പറയുന്നുണ്ട്. അല്ലയോ ഭഗവാനെ, എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. എൻ്റെ ഭാരം തീർത്തു തരയണമേ. ദുഷ്ടന്മാർ ഭൂമിയിൽ പെരുകുന്നു. എനിക്ക് വേദനിക്കുന്നു കൃഷ്ണ, വൈകുണ്ഠനാഥ എന്ന് പറഞ്ഞപ്പോൾ ഭൂമിദേവിയോട് ഭഗവാൻ പറഞ്ഞതാണ്, ഞാൻ ഗോകുലത്തിൽ കൃഷ്ണനായി അവതരിക്കുമ്പോൾ അവിടുത്തെ സങ്കടങ്ങളെല്ലാം അകറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നും മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഭൂകമ്പത്തിൻ്റെ രൂപത്തിലും പ്രളയത്തിൻ്റെ രൂപത്തിലും മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിലുമൊക്കെ തന്നെ പ്രകൃതി തിരിച്ചടിക്കാറുണ്ട്. അവിടെ ധാരാളം കൊല്ലപ്പെടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ മഹാമായ അങ്ങനെ ചെയ്യുന്നത്? ദുഷ്ടന്മാർ പന പോലെ വളരുകയാണ്. ഭൂമിദേവിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല ഭാരം കൊണ്ട്. ദേവിയെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ ഭൂമിദേവി തന്നെ സ്വയം പ്രതിരോധിക്കുകയാണ്. അതാണ് ഈ കലിയുഗത്തിൽ നമ്മൾ കാണുന്നത്. ഭൂമിദേവിയുടെ ഭാരം തീർക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടായത്. നിങ്ങൾക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? ഭഗവാൻ പറയുന്നത് എന്താണ്? കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കേണ്ട, അത് ഞാൻ തന്നുകൊള്ളാം. നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, അതെല്ലാം ഈശ്വര നിശ്ചയമാണ് എന്ന് കരുതി സമാധാനത്തോടുകൂടി നാമം ജപിച്ചിരിക്കുക. മോക്ഷമാണ് പ്രധാനം. സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ ജോലി എന്താണോ ഭഗവാൻ തന്നിരിക്കുന്നത്, ആ ജോലി കൃത്യമായി ചെയ്യുക. ഇതാണ് ഈശ്വരൻ പറയുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.